കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം 2 മാമ അറിഞ്ഞാൽ എന്റെ മയ്യത്തും ഓളം നിക്കാഹ് ഒരുമിച്ച് നടക്കും. എടാ അതിപ്പോ ഞാൻ പണം കൊടുത്താലും നിന്റെ മയ്യത്തും അവളുടെ നിക്കാഹും ഒരു ദിവസം തന്നെ നടക്കും. നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല. ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പക്കുട്ട. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കട തൂത്തുവായിരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങാൻ നോക്ക്. അതിന് പണം വേണ്ടേ? ഉണ്ടാക്കണം. അതെങ്ങനെ? നീ എന്റെ കൂടെ നിൽക്കേ. ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ്. ഒരു 4 ലക്ഷം രൂപയാവും. പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം. എടാ ബാങ്ക് തരും. മാനേജറെ പോയി കണ്ടു. നല്ല അമ്പോറ്റി അടിച്ചിങ്ങ് ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അടുത്ത ആഴ്ച കാശ് കിട്ടും. അപ്പൊ കുട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ബാങ്ക് മാനേജറുടെ വായിന്ന് തന്നെയൊക്കെ 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താൽ 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും. വിറ്റിട്ട് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കടയുടെ വാടക 1.25 ലക്ഷം രൂപ. പോയിട്ട് 75,000 25,000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും. ബാക്കി 50,000 15,000 കൊണ്ട് മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോണ്ട് കൊടുക്കും. ബാക്കി 35,000 15,000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ. അപ്പൊ മൈമനയുടെ 3,000 അത് കൊടുക്കും. പോയിട്ട് 22,000. അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കൊറേ കുപ്പായം വാങ്ങും, കൊറേ സിനിമകൾ. എടാ മണ്ട മുത്തപ്പ, അത് ഞാൻ നിനക്ക് തരും. ഒരു ജ്യൂസ് കട തുടങ്ങാൻ. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? 2 വർഷത്തെ കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ. അത് കാണിച്ചാലേ ലോൺ കിട്ടൂ. തിങ്കളാഴ്ച ലോൺ കിട്ടും. 5 ദിവസത്തേക്ക് ഒരു 1.25 ലക്ഷം രൂപ ലോൺ കിട്ടി. അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. നിനക്കാരാ എത്ര ഉറുപ്പ്യ കടം തരിക? നീ വിചാരിച്ചാലേ നടക്കും. നീ വിചാരിച്ചാൽ അത് നടക്കും. അതെങ്ങനെ? നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ. നടന്നു തന്നെ. ആളും തരവും മുതലും നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കുക. നിനക്കാന്ന് പറഞ്ഞാൽ 10 പൈസ തരില്ല. എന്ത് കണ്ടിട്ടാ? എടേ എനിക്ക് വേണ്ട. എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ, അയാൾക്ക് കൊടുത്താൽ മതി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ എന്റെ കൂടെ ഒന്ന് നിന്നാ മതി. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. മൈമുനയുടെ നിക്കാഹ് നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ.